പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ എന്തൊക്കെയായിരുന്നു വണ്ടി മോഡിഫിക്കേഷൻ ചെയ്യാൻ പറ്റും. KSRTC ബസ്സിൽ സൗജന്യ യാത്ര, 25 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ്, കോളേജ് കുമാരികൾക്ക് 1000 രൂപ പ്രതിമാസം, ആശാ വർക്കേഴ്സിന് 21,000 രൂപ ആദ്യ പരിഗണനയിൽ തന്നെ. എവിടെ പോയി ഇതൊക്കെ? എല്ലാവരും ഹാപ്പിയാണല്ലോ അല്ലേ? കോൺഗ്രസിന് പിന്നെ പ്രകടന പത്രിക പറയുന്ന വാക്കുകളൊന്നും പാലിക്കാനുള്ളതല്ല, അത് പറയാൻ വേണ്ടി മാത്രമുള്ളതാണ്. അധികാരമേറ്റെടുത്തതിന് ശേഷം ആദ്യത്തെ ഒരാഴ്ച പൂക്കിമോൻ പറഞ്ഞത് ഞാനൊന്ന് ഇരിക്കട്ടെ, രണ്ടാമത്തെ ആഴ്ച പറഞ്ഞു ഞാനൊന്ന് ചാരി ഇരിക്കട്ടെ, മൂന്നാമത്തെ ആഴ്ച ആയപ്പോഴേക്ക് പൂക്കിമോന്റെ കൺട്രോളിലല്ല കാര്യങ്ങളൊക്കെ, കേന്ദ്ര നേതൃത്വം BJPയുടെ കൺട്രോളിലാണെന്ന് മനസ്സിലായി. അധികാരമേറ്റെടുത്ത് ഓരോ ദിവസം കഴിയുന്തോറും പൂക്കിമോന്റെ ഉള്ളിലുള്ള കാവിക്കളസം മെല്ലെ മറന്നിങ്ങി പൊങ്ങി വരുന്നതാണ് നമ്മൾ കാണുന്നത്. സതീശ മേനോനായതും വന്ദേമാരതം ഫുൾ ആലപിക്കാനുള്ള അവസരം ഒരുക്കി കൊടുത്തതും അത് വെച്ച് ഇങ്ങോട്ട് നോക്കുമ്പോഴേക്കും ഓരോ കാര്യങ്ങളിലും ഇലക്ഷന് റിസൾട്ടിന് തൊട്ട് മുമ്പാണല്ലോ BJP നേതാക്കൾ അയച്ചു കൊടുത്ത ചാർട്ടേഡ് ഫ്ലൈറ്റിൽ അവരെ പോയി കണ്ടതും. അദാനിയുടെ മാനേജർ അടക്കം അവിടെ ഉണ്ടായിരുന്നു. എന്നിട്ട് തുറമുഖം വകുപ്പ് തന്നെ കൈകാര്യം ചെയ്യാനുള്ള കാരണങ്ങളും ഒക്കെ. അധികാരം കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേന് പൂക്കിമോൻ എല്ലാവരെയും പുച്ഛമാണ്, ലജ്ജയാണ്, അവജ്ഞയാണ്, മാധ്യമപ്രവർത്തകരെ അടക്കം. വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന ഞാൻ ശബ്ദം കൺട്രോൾ ചെയ്ത് പുറത്തേക്ക് ആളിറങ്ങി അവിടെ നിൽക്കുന്നവരെ പുറത്തേക്കാക്കി ഡോർ ക്ലോസ്. ഒരാളും ഭൂരിപക്ഷ വർഗീയതയും പറയണ്ട, ന്യൂനപക്ഷ വർഗീയതയും പറയണ്ട. കേരളത്തിൽ ആരും വർഗീയത പറയണ്ട. ആര് വർഗീയത പറഞ്ഞാലും ഏത് കൊലകൊമ്പം പറഞ്ഞാലും നമ്മൾ അതിനെ ചോദ്യം ചെയ്യും. എന്റെ നിയോജക മണ്ഡലത്തിൽ 52% ഈഴവ വോട്ടുള്ള ഒരു നിയോജക മണ്ഡലത്തിൽ നിന്നാണ് ഞാനത് ആ സമുദായത്തിന്റെ നേതാവിനോട് ഞാനത് പറഞ്ഞത്. റിസ്ക് ഉണ്ട്. ഈ പൂക്കിമോനും ടീമും കേരളത്തിൽ അധികാരം ഏറ്റെടുത്ത് 1 മാസം തികയുന്നതിന് മുമ്പ് നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. അത് തന്നെ വലിയ കാര്യം.